ചേട്ടാ നമസ്കാരം. നമസ്കാരം. നോട്ടം ഉണ്ടായിരുന്നോ? ഇന്ന് ഞായറാഴ്ച ഇന്ന് ഓടാൻ പോയില്ല. ഇല്ലല്ലേ? അത്യാവശ്യം ഒരു ഓട്ടം വിളിച്ചുകൊണ്ട് മാത്രം ടൗണിലേക്ക് ഇറങ്ങിയതാ. അതെ അല്ലേ? ഞായറാഴ്ച ദിവസങ്ങളിൽ ഓടാൻ പോകാറില്ല. ഞായറാഴ്ച ദിവസം ഓടാൻ പോകാറില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ? ബാക്കിയുള്ള ദിവസം രാവിലെ പോലെ വൈകിട്ട് വരെ ഓടാൻ പോകാം. എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? വീട്ടിൽ നിന്ന് രാവിലെ 8:30 ഇറങ്ങും. 8:30 ഇറങ്ങും. അതെ. പിന്നെ 8:30 ഇറങ്ങിയാൽ പിന്നെ ഒരു 12 മണി 1 മണിയാകുമ്പോൾ തിരിച്ചു കയറി പോകും. ഓട്ടം കിട്ടാറുണ്ടോ? അത്യാവശ്യം ഓട്ടം കിട്ടാറുണ്ടല്ലേ? പരിചയക്കാരായിരിക്കും വിളിക്കുന്നത്? പരിചയക്കാരൻ, എന്നെ അടുത്തറിയാവുന്ന ആളുകളെ വിളിക്കുന്നത്. ഒരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, ഈ പരിചയക്കാര് ഓട്ടോയെ കയറുമ്പോൾ ഈ വണ്ടിയുടെ തുരുമ്പും കാര്യങ്ങളും ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒന്നും പറയാറില്ല? ഇത് നന്നാക്കാൻ എത്രയും വേഗം വണ്ടി ഒന്ന് മാറ്റി മേടിക്ക് പോയിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇത് വളരെ മോശമായി തുടങ്ങിയല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാ ചെയ്യണ സിജോ, ഒരു നിവൃത്തിയില്ല. വണ്ടി മൊത്തം വണ്ടിയല്ല ഇവിടെ എല്ലാം കെട്ടുവെള്ളം പറഞ്ഞു പോയല്ലേ? ബോഡി എല്ലാം പറഞ്ഞല്ലേ? അതെ അതെ. വണ്ടി പെയിന്റ് അടിക്കാറായി. എത്ര കാലമായി ചേട്ടാ വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങിയിട്ട്? വണ്ടി ഓടിക്കാൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. 7 വർഷമായി അല്ലേ? അതെ. ഈ അപകടം സംഭവിക്കുന്ന ഏത് വർഷമാണ്? 2010 ഒരു അപകടം ഉണ്ടാകുന്ന. ഇത് എങ്ങനെയായിട്ടാ സംഭവിച്ചതെന്ന് പറയാവോ? ഇത് ഞാനന്ന് പഴയൊരു സ്കൂട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ കുക്കിംഗ് ആയിരുന്നു എൻ്റെ ജോലി. അപ്പോൾ ആ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടർ മേടിച്ച്, അത് ബുക്കും പേപ്പറൊന്നും ഇല്ലായിരുന്നു ആ വണ്ടിക്ക്. ആ വണ്ടി മേടിച്ച് നാട്ടിലിങ്ങനെ അത്യാവശ്യം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഞായറാഴ്ച ഒരു ദിവസം രാവിലെ ഒരു 11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ നമ്മുടെ ഈ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീതി കുറഞ്ഞ വഴിയാണ്. അപ്പോൾ ഈ പുല്ല് ഒക്കെ ഇങ്ങനെ ഈ വഴിയിലേക്ക് മറിഞ്ഞു കിടക്കുന്നു. സ്ഥലം പെരിയാമ്പ്ര വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അതെ അതെ അതെ. തൊടുപുഴ പെരിയാമ്പ്ര, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തൊടുപുഴയിൽ പെരിയാമ്പ്ര. ഒരു മിനിറ്റ്, എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? എൻ്റെ ബൈജു AK, ആലക്കച്ചാലിൽ ഹൗസ്, പുതുപ്പെരിയാരം PO, തൊടുപുഴ പെരിയാമ്പ്ര. ഓക്കെ. എന്നിട്ട് സംഭവം എങ്ങനെയാണ് ഇത്? ഞാൻ ആ വഴിക്കുന്ന ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. ഇറങ്ങി വന്നാൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ബസ് വന്നു. സത്യം പറഞ്ഞാൽ ബസ്സുകാരനും കണ്ടില്ല, ഞാനും കണ്ടില്ല. അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായിരുന്നു ബസ്സിൻ്റെ പേര്? ബസ് മേരിമാത എന്ന് പറഞ്ഞൊരു പഴയ ബസ്. 2010. അപ്പോൾ 14 വർഷമായി. അതെ അതെ, 14 വർഷമായി. അരക്കി പോട്ട്, അതായത് നട്ടല് വട്ടം ഒടിഞ്ഞു പോയി. പുറകോട്ട് ഞാൻ വീഴുക ചെയ്തു. വണ്ടി സ്കൂട്ടറിൽ നിന്ന് ബസ്സിന് തട്ടിയിട്ട് വലിയ തട്ടലായിരുന്നില്ല എങ്കിൽ പോലും ഞാൻ തിരിച്ച് ഓപ്പോസിറ്റ് റോങ് സൈഡിൽ പോയതുകൊണ്ട് നമുക്ക് കേസിൻ്റെ ഇതിൽ ബലം ഇല്ലാണ്ടായിപ്പോയി. കേസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ റോങ് സൈഡിലായതുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന തെറ്റാണെന്നും പറഞ്ഞത് കേസ് തള്ളിപ്പോയി. പിന്നെ കേസ് നീണ്ടുപോയില്ല. ആ കേസ് അധികം നീണ്ടുപോയില്ല. അത് അപ്പീൽ കൊടുത്തിട്ട് അത് തള്ളിപ്പോയി. ചികിത്സാ ആവശ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ചികിത്സാ ആവശ്യങ്ങൾ നാട്ടുകാരെല്ലാം പിരിവിട്ട് തന്നു കുറേ. പിന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ. സ്ഥലമൊന്നുമില്ല, 4 സെന്റ് സ്ഥലവും ഒരു വീടും മാത്രമേ ഉള്ളൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ചാച്ചൻ, അമ്മ, അനിയനാണ് ചേട്ടനെ വണ്ടിയിലേക്ക് കയറ്റി വിടുന്നത്. അവനിപ്പോ എനിക്ക് ഇങ്ങനെ പറ്റിയത് കൊണ്ട് അവനൊരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വണ്ടിയിലേക്ക് കയറ്റി വിടാനായിട്ട് അനിയൻ എപ്പോഴും വീൽ ചെയർ കൊണ്ട് വണ്ടിയോട് ചേർത്ത് നിർത്തിയിട്ട് വണ്ടി ഫ്രണ്ടിലേക്ക് കയറിയിരിക്കും. ആ അവസ്ഥയല്ലേ? അപ്പോൾ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോടൊന്ന് പറയുമോ? അതിനുശേഷം ആക്സിഡന്റിന് ശേഷം പിന്നെ എന്ത് ചെയ്യും എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ വീട്ടിൽ നിൽക്കാനും പറ്റാത്ത അവസ്ഥ. വീട്ടിൽ വീൽ ചെയർ കയറില്ല. അത് തന്നെയല്ല, നമുക്ക് വേണമെങ്കിൽ ഈ നട്ടല് വട്ടം ഒടിഞ്ഞു പോയിട്ട് ഉള്ളിൽ ഇപ്പം നിലവിൽ 9 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഏത് ഹോസ്പിറ്റലായിരുന്നു? തൊടുപുഴ ചാഴിയാട്ട് ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ്. 9 മാസം. അവിടെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ. ലക്ഷം രൂപ ഓർക്കുന്നുണ്ടോ? ഒരു 5-6 ലക്ഷം രൂപ അടുത്തായിട്ടുണ്ട്. ഈ ആക്സിഡന്റ് സംഭവിച്ച ആ ദിനങ്ങളിലൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ? ഓർമ്മയുണ്ടായിരുന്നു. ബോധക്ഷയം ഒന്നും ഉണ്ടായില്ല എനിക്ക്. ഞാൻ അവരുടെ എന്താ സ്കാനിങ് മെഷീനിലേക്ക് കയറ്റിയപ്പോഴാണ് ഞാൻ എൻ്റെ ബോധം പോയ പോലെ എനിക്ക് തോന്നിയത്. അതുവരെ ബോധമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഡോക്ടർമാർ തന്നെ നമുക്കൊരു റിപ്പോർട്ട് തന്നു. കാരണം ഇനി നടക്കാൻ സാധ്യത കുറവാണ് എന്ന് ഫസ്റ്റിലെ റിപ്പോർട്ട്. പിന്നെ ഇങ്ങനെ പറ്റിയ കുറേ ആളുകൾ എനിക്ക് അറിയായിരുന്നു നേരത്തെ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയെന്ന് ചേട്ടൻ എങ്ങനെയാണ് ആ സമയത്ത് മനസ്സിലായത്? ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയില്ല. എന്നോട് ഡോക്ടർമാരോ അല്ലെങ്കിൽ വീട്ടുകാരോ പറഞ്ഞിട്ടില്ല. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് പറയണത്, ഇനി ഇത് സംഭവിച്ചേക്കണത് ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് പതുക്കെ ആയി വരുവുള്ളൂ, പതുക്കെ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ എന്നോട് സംസാരിക്കണേ. അങ്ങനെയാണ്. പിന്നെ ചേട്ടൻ ഈ അവസ്ഥേനെ എങ്ങനെ തരണം ചെയ്തു? അവസാനം തരണം ചെയ്തെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ വിളിച്ചു, കരഞ്ഞു. രാത്രി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതം പോയല്ലോ എന്ന് ഓർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ചേട്ടാ, നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങിയാലോ? വീൽ ചെയർ വണ്ടിയിലുണ്ടോ?
വീൽ ചെയറുകാരും വണ്ടിയിലുണ്ട്, പക്ഷെ ഇറക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം. എന്നാ സഹായിക്കാലോ? സുജയ്ക്ക് ബുദ്ധിമുട്ടാവില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. അതെ അതെ. ഓക്കെ, എന്നാ ഇറങ്ങി വരാവോ? ഏത് വഴിക്ക് പോയാലും വീൽ ചെയറുമായിട്ടാണ് ചേട്ടാ പോകുന്നത്? എല്ലാ വഴിക്കും വീൽ ചെയറുമായിട്ടാണ് പോകുന്നത്. അതെ അല്ലേ? വീൽ ചെയർ എപ്പോഴും വണ്ടിയെ കാണും അല്ലേ? കാരണം വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായി ഇറങ്ങണമല്ലോ. യാത്രയെല്ലാം ഉണ്ട് വീൽ ചെയർ അല്ലേ? ഇത് തിരക്കാലല്ലേ? ഇവിടെ ഒക്കെ തുരുമ്പെടുത്താക്കുമല്ലോ ചേട്ടാ? വണ്ടിയാണോ അതോ വീൽ ചെയറാണോ? വീൽ ചെയറിന് കുഴപ്പമൊന്നുമില്ല. വണ്ടി അതെ അല്ലേ? ഇത് ഇവിടെ വെച്ചാൽ മതിയോ? ഇതിവിടെ ചാരി വെച്ചാൽ മതിയോ? അതെ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിയുടെ എല്ലാം ബാക്കിയെല്ലാം തുരുമ്പെടുത്ത് ഇതിലേക്ക് ഇനി വലിയ പണിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ എത്ര മുടക്കിയിട്ടും കാര്യമില്ല, കാരണം അത് കയറി വന്നെങ്കിൽ ഒരു പുതിയ വണ്ടിയുടെ കാശാവും. ഇറക്കിയാ പോരേട്ടാ? പുതിയ വണ്ടി മേടിക്കാൻ്റെ പൈസ ഒരു നിവൃത്തി ഇല്ലാതിരിക്കും. അപ്പൊ പൊതുവേ എല്ലാരും ഓട്ടം പോകും പോലെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം എന്റെ അവസ്ഥ അതാണ്. ചേട്ടൻ നിവൃത്തി വെക്കാവോ? അല്ല ഞാൻ നിവൃത്തും, എങ്ങനെയൊന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. ആ സൈഡിൽ പിടിച്ചേ, അവിടെ പിടിച്ചേ, ഇവിടെ പിടിച്ചു. വലിച്ചേ, അങ്ങോട്ട് വലിച്ചേ, നന്നായിട്ട് വലി, ചേട്ടോ വലി. മതിയോ? വീൽ ചെയർ ഇച്ചിരി വരാനുണ്ട്. ഒരു കാര്യം ചെയ്യേ, അതെന്താന്നറിയോ? ആ വരാത്തത് അതേ വീണോ? ഉറപ്പ് ഒന്ന് ഇളക്കിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ. വെച്ചോ. ഓക്കെ. നീസ ഇങ്ങോട്ട് തിരിച്ചു വെച്ചോ. ഒരു ഹെൽപ്പും കൂടെ ചെയ്യണം. ഈ ബട്ടൺ ഞെക്കിയിട്ട് ഇത് പുറകോട്ട് വലിക്കണം. അപ്പോൾ മുന്നോട്ട് വലിച്ചേ, ഈ ബട്ടണെ ഞെക്കണം. ഞെക്കിയിട്ട് സൂക്ഷിച്ചിറങ്ങണേ. ഇതെല്ലാം ദ്രവിച്ചാലേ ചേട്ടാ ഇരിക്കുന്ന കമ്പിയുടെ ഇതിലല്ലേ ചേട്ടൻ പിടിച്ചിറങ്ങുന്നേ? ഇതെല്ലാം പിടിച്ചിറങ്ങുന്നത് ഈ സംഭവത്തില്. അതെ, അതെല്ലാം ദ്രവിച്ചിരിക്കുക സൂക്ഷിച്ച്. ഇതെല്ലാം ദ്രവിച്ചാലോ എന്റെ പൊന്നു ചേട്ടാ? മൊത്തം ബലം ചേട്ടൻ ഇതിലേക്ക് കുടിക്കല്ലേ? മൊത്തം ബലം ഇതൊക്കെ കൊടുക്കും. അതിനു വേണ്ടി പ്രത്യേകം സൂക്ഷിച്ചിറങ്ങണം കേട്ടോ. കയ്യെ ചെയ്തതാണ്. ഇറങ്ങി വരും കേട്ടോ. കാവുകൊണ്ടാണ് കൊടുക്കാറല്ലേ? കാവുകൊണ്ടാണ് കൊടുക്കാറ്. കാവുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി ദൂരെയാണെങ്കിലും നമുക്ക് യാത്ര ചെയ്താലും കുഴപ്പമില്ല. കാവി ആണെങ്കിൽ വെള്ളം കൊണ്ടേക്കാളും നല്ല, മനസ്സിനൊരു സന്തോഷമാണ്. വെള്ളം കൊണ്ടേക്കാളും നല്ലതാ കാവി. ഈ കാലിനിക്ക് ഇങ്ങനെ എടുത്തു വെക്കണം, ഇങ്ങനെ എടുത്തു വെക്കണം, തട്ടാതെ ഇറങ്ങി വന്നേ. പെട്ടിയിലേക്ക് ഇരിക്കുമല്ലോ അവിടുന്ന്. ഈ പെട്ടിയിലേക്ക് ഇരുന്നിട്ട് അതിനാണ് നമ്മൾ സൗകര്യാർത്ഥത്തിൽ. ഈ വണ്ടിയുടെ ഇത് പിടിക്കണോ? വീലെ പിടിക്കണ്ടേ? വീലെ പിടിക്കൊന്നും വേണ്ട. പുറകോട്ട് ഉരുളുകയല്ലോ അല്ലേ? ഉരുളില്ല. എന്നാ ചേച്ചി മാറി ഒന്ന് ക്യാമറ പിടിച്ചോട്ടെ. പിടിച്ചു, ഇറങ്ങിക്കോട്ടെ. കാലിടിച്ചല്ലോ ചേട്ടാ? എന്ന് പിടിച്ചു അല്ലേ? എന്നും ഉള്ളതല്ലേ? വേദന അനുഭവപ്പെടുന്നുണ്ടോ കാലിടിക്കുമ്പോ? വലിയ കാര്യമായിട്ടില്ല. തന്നെ ഓടിക്കുവോ? തന്നെ വീൽ ചെയർ ഓടിക്കും അല്ലേ? അതെ. വീട്ടിലൊക്കെ നമ്മൾ ബാത്റൂമിലേക്കൊക്കെ വീൽ ചെയർ തന്നെ ഓടിച്ചാ പോണേ. അതെ അല്ലേ? വണ്ടിയുടെ ടയറെല്ലാം തീർന്നല്ലേ ചേട്ടാ? ടയറെല്ലാം തീർന്നു അല്ലേ? കട്ട ടയറല്ലേ ഇത്? കട്ട ടയറായിരുന്നു. ഫ്രണ്ടും ബാക്കും എല്ലാം തീർന്നു. അതെല്ലേ? വീൽ ചെയറിന്റെ മാത്രം കട്ട തീർന്നിട്ടില്ല. ഇതും തീർന്നു, ഇതിൻ്റെ പരുവം തീർന്നല്ലോ. ഈ മഴക്കാലത്ത് ഇത് എങ്ങനെ ഓടിക്കും ചേട്ടാ റോട്ടിൽ കൂടെ ഈ അവസ്ഥയില്? സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു രക്ഷയില്ല. കാരണം പല വഴികളിലും നോക്കി സുഹൃത്തുക്കളോട് സഹായിക്കാമെന്നൊക്കെ ചോദിച്ചു, ഒരു രക്ഷയില്ല. കാരണം ഒരു വണ്ടി എന്നൊക്കെ പറയുമ്പോൾ നിസ്സാര പൈസയല്ല, അത് കണ്ടമാനം പൈസ വരുന്നുണ്ട്. അപ്പോൾ
അതുകൊണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വണ്ടി മേടിക്കുക. ബൈച്ചേട്ടൻ്റെ വണ്ടിയുടെ അവസ്ഥയാണ് കേട്ടോ ഇത് കാണുന്നത് തന്നെയാണ്. മൊത്തത്തിൽ തകർന്നല്ലേ? ഈ വണ്ടിയാണോ ചേട്ടന് ഈ 7 വർഷമായിട്ട് 7 വർഷമായിന്നല്ലേ പറഞ്ഞേ? 7 വർഷമായിട്ട് ഈ വണ്ടിയാണ് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഈ തൊടുപുഴ ടൗണിൽ കൂടെ. ഏതെങ്കിലും ചാനലുകാർ വന്ന് ചേട്ടനോട് ഇങ്ങനെ ഒരു? ഇല്ല, ഒരു ചാനലുകാരും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യങ്ങൾ ചോദിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല. മുനിസിപ്പാലിറ്റി ആണോ താമസിക്കുന്നത്? മുനിസിപ്പാലിറ്റി അല്ല, പഞ്ചായത്ത്. നമുക്ക് ഇവിടുന്ന് മാറിയാലോ? ഇച്ചിരി സ്ഥാനത്തേക്ക് മാറിയാലോ? ഞാൻ പൈസ ഇടാം. ചുങ്കമ്പള്ളി അല്ലേ? ഇത് ചുങ്കമ്പള്ളിയാണ്. നമുക്ക് ആ മരത്തിൻ്റെ അങ്ങോട്ട് പോവാം. ഇങ്ങനെ ഓടിക്കുന്നില്ലേ വണ്ടി? ഇവിടെ വരാറുണ്ടല്ലേ? സ്ഥിരം വരാറുണ്ടല്ലേ? ഞായറാഴ്ച ദിവസവും? അതല്ലേ, ഞായറാഴ്ച ദിവസം ഇവിടെ ഈ സമയത്ത് വരണമെന്ന് ഞാൻ അറിഞ്ഞു. വരവുണ്ടല്ലേ? ഞായറാഴ്ച ഓട്ടോ ഇല്ലാത്ത കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരും അല്ലേ? അതാണ് ഞാൻ ചേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞല്ലേ വിളിച്ചപ്പോൾ. നമ്മുടെ എത്രാമത്തെ കൂടിക്കാഴ്ച ചെയ്ത്? നമ്മുടെ 3ാമത്തെ കൂടിക്കാഴ്ച അല്ലേ? 3ാമത്തെ. ചേട്ടാ ഈ വണ്ടിയുടെ ഈ ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഇതിന്റെ വർക്കൊക്കെ എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? അത് ചെയ്തേക്കണത് കണ്ടോ, ആ പെടലേന്നൊരു ലിവർ മാത്രം മുകളിലോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ പെടലല്ലേ? സീറ്റ് എല്ലാം മുന്നോട്ട് തള്ളി കഴിഞ്ഞാൽ ബ്രേക്ക്. സീറ്റ് എല്ലാം തകർന്ന ആളുടെ ഇരിക്കുന്നേ. പൂച്ചമാന്തി അല്ലല്ലേ, ഇരുന്ന് തന്നെ തേഞ്ഞു തീർന്നതല്ലേ? അതെ 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 അതെ. ഇതൊക്കെ പഞ്ചറൊക്കെ ഉണ്ടല്ലോ ഏട്ടാ സീറ്റല്ലേ? ഇതൊക്കെ വെച്ചോണ്ടാണ് ഈ മുനിസിപ്പാലിറ്റി കൂടെ വണ്ടി ഓടിച്ച് പോകുന്നേ. ആരും ഒന്നും പറയാറില്ല ഏട്ടാ? വേറെ നിവൃത്തിയില്ല സിജോ, വേറെ നിവൃത്തിയില്ലാത്ത. ഞാൻ തെരഞ്ഞു ചോദിക്കട്ടെ, നമ്മള് പ്രേക്ഷകരോട് അറിയണമല്ലോ. ആളുകൾ പറയാറുണ്ട് ഈ വണ്ടി മാറ്റാന്ന് പറയാറുണ്ട്. അതെല്ലേ? പക്ഷെ എന്താ ഇതെല്ലാം ദ്രവിച്ചല്ലേ ഏട്ടാ ഇരിക്കുന്നത്? ഇവിടെയൊക്കെ ഇതൊക്കെ കംപ്ലീറ്റ് ദ്രവിച്ച് ആ സൈഡ് നോക്കിയ സൈഡ് പൊട്ടിയിരിക്കുക. ഫ്രണ്ട് സൈഡ്. ഈ വണ്ടി ഏട്ടാ മാറിയിട്ടൊന്നുമില്ല. ഈ വണ്ടി 7 വർഷമായിട്ട് ഈ വണ്ടി തന്നെയാണ് ഏട്ടാ ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റി കൂടെ. 2011 വണ്ടി അല്ലേ? 2011 മേടിച്ച അന്ന് സെക്കൻഡ് ഹാൻഡ് മേടിച്ച വണ്ടിയാണോ? അത് ഏത് മോഡലായി വണ്ടി? 2011 മോഡൽ വണ്ടി. 2014 മേടിച്ചു. ചേട്ടനെ പൊന്നുപോലെ വണ്ടി കാക്കുന്നുണ്ട്, പക്ഷെ തുരുമ്പായി പോയി. കഴിഞ്ഞ ദിവസം ബ്ലെസ്സഡ് കുഞ്ഞച്ചൻ ശാന്തോം വില്ലേജ് അവിടെ വെച്ച് ചേട്ടനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗാനമേളയ്ക്ക് ചേട്ടൻ പാടാനായിട്ട് വന്നായിരുന്നു. അപ്പം അങ്ങനെ കൂടുതൽ പരിചയമായി അല്ലേ ഏട്ടാ? അന്ന് ചേട്ടൻ്റെ ഓട്ടോ ആയിരുന്നു കേട്ടോ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് വന്നേ. ടൗണിൽ വെച്ച് കൈ നീട്ടിയപ്പോഴാണ് ചേട്ടന് കൂടുതലും ചേട്ടനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയത്. അന്നേരം ആർക്കും മനസ്സിലാകത്തില്ല ചേട്ടാ ഈ ഒരു അവസ്ഥയിലേക്ക്. ഓട്ടോയിലിരിക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം. ആർക്കും മനസ്സിലാകത്തില്ല, ആരും പറയൂല. ഇതെങ്ങനെ ഈ വണ്ടിയുടെ ഇങ്ങനെ ചേട്ടന് ബ്രേക്കും കാര്യങ്ങളും എല്ലാം എങ്ങനെ സെറ്റാക്കി എവിടെ വെച്ചാൽ? അത് ഒരു വർക്ക്ഷോപ്പിൽ അറിയാവുന്നൊരു വർക്ക്ഷോപ്പിൽ ഞാൻ കൊടുത്തിട്ട് പുള്ളി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഓടിക്കാനാണ്, കൈകൊണ്ട് ബ്രേക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഐഡിയ പ്രകാരം ആ വർക്ക്ഷോപ്പിൽ ആള് ചെയ്തു തന്നാണ്. ഈ ഓട്ടോ ഏത് വർക്ക്ഷോപ്പിലാണ് പണിതേ? ഇത് തൊടുപുഴ നമ്മുടെ സുഹൃത്തിന്റെ വർക്ക്ഷോപ്പിലാണ് ചെയ്തത്. അതെ അല്ലേ? ഇങ്ങനെയുള്ള വർക്ക് അതായത് മേലാകിയുള്ള ആൾക്കാർക്ക് പുള്ളി ചെയ്തു കൊടുക്കും. ഇത് നിസ്സാര കേസ്. ഒരു 10,000-4,000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ഒരു ലിവർ മാത്രം കൈകൊണ്ട് തള്ളാൻ പാകത്തിന് ചെരിഞ്ഞിരുന്ന് ഓടിക്കുള്ളൂ. എനിക്കിപ്പോൾ അത് കംഫർട്ട് അല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നല്ല വണ്ടി മാത്രം കിട്ടിയെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. മാറ്റി ബ്രേക്ക് കുറച്ചുകൂടി ബാക്കിലേക്ക് ആക്കി ചെയ്യണം. അതിപ്പോൾ ഈ വണ്ടി ചെയ്തിട്ട് കാര്യമില്ല, ഇതെല്ലാം പറഞ്ഞു പോയിരിക്കണം. ഈ വണ്ടി കൊണ്ട് എത്ര ദൂരം വരെ ചേട്ടന് ഓട്ടം പോകാറുണ്ട്? ഞാനിതുകൊണ്ട് കോട്ടയം പോകാറുണ്ട്, എറണാകുളം പോകാറുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ പോയിട്ടുണ്ട്? അടുത്ത കാലത്ത് പോയിട്ടുണ്ട്. ആദ്യം പേടിയുണ്ടായിരുന്നു? ആദ്യം പേടിയെന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ കുറച്ച് അധികം ഒന്നും ദൂരം ഓടിക്കില്ല, വളരെ കുറച്ചേ ഓടിക്കുള്ളൂ. പഠിച്ചു കഴിഞ്ഞൊരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പോകില്ലാത്ത സ്ഥലം എറണാകുളം, തൃശ്ശൂർ പോയിട്ടില്ല, ചാലക്കുടി പോയിട്ടുണ്ട്. അതെ, എപ്പോഴും ഹാപ്പി അല്ലേ? എപ്പോഴും ഹാപ്പിയിൽ നമുക്കെന്നാ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു പാട്ടങ്ങ് പാടിയേക്കാം. ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണു പോയാലും സ്നേഹിതനമേശുവെൻ്റെ ചാരയുണ്ടല്ലോ.
ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണു പോയാലും സ്നേഹിതനമേശുവെൻ്റെ ചാരയുണ്ടല്ലോ. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. കൂടെയുണ്ടല്ലോ യേശുവുണ്ടല്ലോ എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്നു ഞാൻ ആർത്തു പാടിടാം. എത്ര കാലമായി ചേട്ടാ പാട്ട് പാടാൻ തുടങ്ങിയിട്ട്? പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ചെറുപ്പം പോലെ പാട്ട് പാടുമായിരുന്നു. അതെല്ലേ? അതെ. കൊയറ് പാടാറുണ്ടോ? കൊയറ് പാടാറില്ല. പള്ളിയിൽ ഗാനമേളകൾ ചെയ്യാറുണ്ട്, ഭക്തി ഗാനമേള ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ സിംഗേഴ്സ് ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അതിൽ വീൽ ചെയറിലിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെ രൂപം കൊടുത്തതാണ് ട്രൂപ്പിന്റെ പേര് സിംഗേഴ്സ് ഓൺ വീൽസ്. അതെല്ലേ? അതെ. അതുകൊണ്ട് പ്രോഗ്രാം കിട്ടാറുണ്ട്. പ്രോഗ്രാം കിട്ടാറുണ്ട്. ഓണത്തിനും പള്ളി അമ്പലത്തിലെ ഉത്സവത്തിനും പള്ളി പെരുന്നാളിനും കല്യാണങ്ങൾക്ക് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഞങ്ങളുടെ ഈ മാസം പ്രോഗ്രാം എല്ലാം കിട്ടിയായിരുന്നു. ഈ മാസം 2 കിട്ടിയായിരുന്നു. അതെ അതെ. ദൂരെയൊക്കെയാണോ അല്ല അടുത്താണ് കിട്ടുന്നത്? ദൂരെ എന്ന് പറഞ്ഞാൽ ദൂരെ പോയി ചെയ്ത് കട്ടപ്പന ചെയ്തിട്ടുണ്ട്, കൊല്ലത്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താ മൂവാറ്റുപുഴ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കൊല്ലത്തൊക്കെ അവർ വിളിച്ചു കഴിയുമ്പോൾ എങ്ങനെ പോകുന്നത്? എങ്ങനെയാ കൊല്ലത്ത് ഞങ്ങൾ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലത്ത് പോയത് ട്രാവലർ വിളിച്ചാൽ പോയെ. അപ്പോൾ ഈ ട്രാവലറിൻ്റെ സീറ്റ് അഴിച്ചു മാറ്റി ബാക്കിൽ 2 ഈ ബാക്കിൽ 2 സീറ്റ് അഴിച്ചു മാറ്റിയിട്ട് ഒരു 2 തടിയുടെ ഈ കേഡർ ഇട്ടിട്ട് ആ കേഡറേക്കടെ ഞങ്ങളുടെ ബാക്കിലേക്ക് കയറ്റി വണ്ടി. എന്നിട്ട് സീറ്റ് അഴിച്ച് മാറ്റിയ സ്പേസിൽ ഈ വീൽ ചെയർ വെക്കും. ഇതേ തന്നെ ഞങ്ങൾ ഇരിക്കും, വേറെ ഇറങ്ങി മാറില്ല, സീറ്റിലേക്ക് മാറില്ല. ബാക്കി ഇൻസ്ട്രുമെന്റ്സ് ഓർക്കസ്ട്രക്കാരെല്ലാം ഫ്രണ്ടിലിരിക്കും, ബാക്കി സഹപ്രവർത്തകരും ഫ്രണ്ടിലിരിക്കും. ഞങ്ങൾ 2 മാത്രം ബാക്കിൽ വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കും. അതെ, അങ്ങനെയാണ് നിലവിൽ പ്രോഗ്രാമിന് പോകുന്നത്. അതെ. എത്ര പേരുണ്ട് പ്രോഗ്രാമിന് പോകാനായിട്ട്? ഓർക്കസ്ട്രക്കാർ 5 പേരുണ്ടാവും, പിന്നെ പാടാൻ 6 പേരുണ്ടാവും. പാടാൻ പോയിട്ട് നീക്കിയിരിപ്പൊന്നും വണ്ടിയിലേക്ക് പണിയാനൊന്നും കിട്ടിയിട്ടില്ലല്ലേ? നീക്കിയിരിപ്പൊന്നും കിട്ടില്ല. നമുക്ക് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകും. ഈശ്വരന്റെ കടാക്ഷം കൊണ്ട്. അതെ അതെ. അത്യാവശ്യം ഒരു ദിവസം പ്രോഗ്രാം ചെയ്തപ്പോൾ 2,500 രൂപ കിട്ടും. 2,500. അതെ അതെ. അല്ലെങ്കിൽ ഏറ്റവും കൂടി വന്നാൽ 3000. അതിൽ നിന്ന് ചെലവും പോകും. അത് വലിയ നമുക്കൊരു ചെലവ് കാര്യങ്ങളല്ല. പിന്നെ അതിന് മാനസിക സന്തോഷവും ഇതിൽ നിന്നൊരു വിമുക്തിയാണ്. അതെ അല്ലേ? ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവത്തിൽ പാടിയിട്ടുണ്ടല്ലേ? ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൽ 2017 അതെങ്ങനെ അങ്ങോട്ട് ക്ഷണം കിട്ടിയ? ക്ഷണം കിട്ടിയതല്ല, ഓഡിഷനിൽ പങ്കെടുത്ത് നമ്മൾ പോയതാണ്. അതെയോ? അവിടെ ചെന്ന് ഇപ്പോൾ ഓഡിഷനിൽ പങ്കെടുത്ത് നമ്മൾ പോയതാണ്. അത് അവിടെ ഓഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എറണാകുളത്ത് വൈറ്റില മെർമെയ്ഡ് ഹോട്ടലിൽ വെച്ച് എൻ്റെ ഓഡിഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പോയി ഓഡിഷനിൽ പങ്കെടുത്ത് ആ ഓഡിഷനിൽ ചാൻസ് കിട്ടി പങ്കെടുത്തതാണ്. ഒരു പാട്ടേ പാടിയുള്ളൂ, വേറെ ഒന്നും പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു. വേറെ ഏതൊക്കെ പ്രോഗ്രാമിനാ ക്ഷണിച്ചിട്ടുള്ളത്? വേറെ കോമഡി മാസ്റ്റേഴ്സ്, അമൃത ടി.വിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ പോയി പാടി. അത് ഏത് വർഷമായിരുന്നു? അത് ഈയിടെ 2024. അതെ. അവിടെ ഏത് പാട്ടാ പാടിയേ? അവിടെ ഞങ്ങൾ രാവിൽ പൂന്തേൻ തേടുമ്പോൾ, പിന്നെ ഓട്ടോക്കാരന്റെ പാട്ടാണ് പാടിയത്. അതെയോ? ആ പാട്ടൊന്ന് പാടുവോ? ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. 100 നോട്ടിനെ രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കയ്യിൽ നടുവും തളർത്തി ഓരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ബോട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. 100 നോട്ടിനെ രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കയ്യിൽ നടുവും തളർത്തി ഓരോട്ടോ വണ്ടി. നല്ല പാട്ടാട്ടോ. ആ പാട്ട് പാടി. പിന്നെ രാവിൽ പൂന്തൻ തേടും പൂങ്കാറ്റ എന്ന പാട്ടും പാടി. അത് അമൃത ടി.വിയിൽ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് നമുക്ക് അവരുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ടി.വിക്കാരുടെ സപ്പോർട്ടല്ലേ ചോദിച്ചത്? അതെ അതെ. ടി.വി ചാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികപരമായിട്ടൊന്നും കിട്ടില്ല. സാമ്പത്തികപരമായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും പക്ഷെ ആ പ്ലാറ്റ്ഫോം ഭയങ്കര ഒരു ഉപകാരം ചെയ്തു ഞങ്ങൾക്ക്. ഇപ്പൊ ഫ്ലവേഴ്സിൽ പോയി പാടി, അമൃത ടി.വിയിൽ കോമഡി മാസ്റ്റേഴ്സിൽ പോയി പാടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പ്രോഗ്രാം കിട്ടാനും അതുപോലെ തന്നെ അങ്ങനെ ആ പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളെ പോലുള്ളവർക്ക് ഒരു അവസരവും തന്ന് ഞങ്ങളെ ഇത് ഉയർത്തി കാണിക്കുക തന്നെ ചെയ്തത്. ഞങ്ങൾക്കൊരു പ്രോഗ്രാം അവർ ഞങ്ങളെ ഉൾപ്പെടുത്തിയത് ഏതായാലും ഫ്ലവേഴ്സ് ചാനലിനോടും
അമൃത ടിവിയോട് ഞാൻ ഭയങ്കര നന്ദിയും കടപ്പാടും എന്നും ഉണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രോഗ്രാം കിട്ടാനും ചുമ്മാ വെറുതെ നാട്ടിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നവർക്ക് ഒരു പ്രശസ്തി, അത് നിസ്സാര പ്രശസ്തിയല്ല, ചാനലിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശസ്തിയാണ്. അങ്ങനെ പ്രശസ്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ സാമ്പത്തികപരമായിട്ട് ഒന്നും കിട്ടുമെന്ന് ഓർത്ത് പോണതല്ല നമ്മള്. നമുക്ക് ആ ചാനലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ 10 പേര് അറിയും, കാണും. അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് പോയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോഗ്രാമും അതിന്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേർക്ക് നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് നമ്മൾ 4 പേര് അറിഞ്ഞു. ക്യാഷ് ആയിട്ട് അവരെന്നാ തന്നു? ക്യാഷായിട്ട് അമൃത ടിവിയിൽ നിന്ന് ഞങ്ങൾ കാറ് വിളിച്ച്, ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ കാറ് വിളിച്ചിട്ട് പൈസ കാറ് വിളിച്ചു പോയാൽ അവര് 10,000 രൂപ ഞങ്ങൾക്ക് തന്നു. അത് കാറ് വിളിച്ചതിന് തന്നെ 10-12,000 രൂപയായി. അങ്ങനെ അമൃത ടിവിന്നോ അമൃത ടിവി നിന്നാണെങ്കിൽ 10,000 രൂപ തന്നെ. ഫ്ലവേഴ്സിൽ നിന്നും തന്നില്ല, ഒരു ഷർട്ട് മാത്രം തന്നു. പ്രോത്സാഹനമായിട്ട് ഷർട്ട് കിട്ടിയെങ്കിലും മറ്റുള്ളവർ അറിയാനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് പലരും ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് നാട്ടിൽ വന്നപ്പോൾ ആൾക്കാർക്ക് എല്ലാരും അറിഞ്ഞു നമ്മളെ. പിന്നെ എല്ലാരും അറിഞ്ഞു, എല്ലാരും വിളിച്ച് സംസാരിച്ചു. നല്ല ടൗണിലൊക്കെയാണ് നമുക്ക് എല്ലാരും നമ്മളെ അംഗീകരിച്ചു. അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സിംഗേഴ്സ് ഓൺ വീൽസിനെ കുറെ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് ഈ 2 ചാനലിൽ പോയതുകൊണ്ട്. അതെ അതെ, അതൊക്കെ വലിയൊരു കാര്യമാണ്. വലിയ കാര്യമാണ്. കാരണം ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോം തരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ലൊരു. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ചാനലുകാർ വിളിച്ചായിരുന്നോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ചാനലിലൊന്നും വേറെ ഒന്നും വന്നു. പിന്നെ അവര് ഫീഡ്ബാക്കോ കാര്യങ്ങളോ എൻക്വയറി കാര്യങ്ങളോ നടത്തിയില്ലല്ലോ? അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല. ഇല്ല. ഇനിയും അവർ വിളിക്കാൻ സാധ്യതയുണ്ടോ? പ്രോഗ്രാം വിളിക്കാന്ന് പറഞ്ഞാൽ ഓഡിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അറിയുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അവസരം ഇനിയും പോയി പാടണം ആഗ്രഹം. പിന്നെ തീർച്ചയായിട്ടും ഒരു ഓഡിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയി വീണ്ടും. ഞങ്ങൾക്ക് ഇനി ഓഡിഷൻ വേണ്ട, ഓഡിഷൻ ഇല്ലാണ്ട് പങ്കെടുക്കാം. അത് അവര് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓഡിഷൻ വേണ്ട, നിങ്ങൾ ഇനി പ്രോഗ്രാം നടക്കുന്ന സമയത്ത് വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങളോട് ചോദിക്കട്ടെ ഇനി. ചോദിച്ചു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ചാച്ചൻ, അമ്മ, അനിയന്. ചാച്ചന് എത്ര വയസ്സായി? ചാച്ചന് ഒരു 85 വയസ്സുണ്ട്. 85 വയസ്സുണ്ട്. അമ്മയ്ക്ക് 75 വയസ്സ്. 85 വയസ്സുള്ള ചാച്ചന് അസുഖങ്ങളുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. അതെ. അമ്മയ്ക്ക് 75 വയസ്സുണ്ട്. അമ്മയ്ക്കും സത്യം പറയാം, അമ്മയും ചാച്ചനും ഹാർട്ട് പേഷ്യൻസ് ആണ്. എത്ര നാളായി? ഒരു 5 വർഷമായിട്ട് ഹാർട്ട് പേഷ്യന്റ് ആണ്. പിന്നെ ഈ ആൻജിയോഗ്രാം 2 പേർക്ക് ആൻജിയോഗ്രാം ചെയ്ത് അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ്റെ അസുഖമുണ്ട്. നടക്കാനൊന്നും പറ്റില്ല, വലിയ കാര്യമായിട്ട് നടക്കാൻ പറ്റില്ല. 2 പേരും പണിക്കൊന്നും പോകുന്നില്ല. എൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് കുടുംബം നടന്നു പോകുന്നത്. പിന്നെ അനിയൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയൻ ഫുൾ ടൈം, അനിയൻ ഇപ്പോൾ പണിക്കൊന്നും പോകാൻ പറ്റില്ല. ബൈച്ചേട്ടനാണ്, ചുരുക്കി പറഞ്ഞ ബൈച്ചേട്ടനാണ് എല്ലാ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. എല്ലാ മരുന്ന് മേടിക്കണം, ഈ വണ്ടി ഓടിച്ച് കിട്ടുന്ന ആ പൈസ വേണം, വേറെ വരുമാനം. 4 സെന്റ് സ്ഥലമുള്ളൂ, അതിനകത്തൊരു ചെറിയ വീടുള്ളൂ. ചെറിയ ഒരു വീടുള്ളൂ. 4 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടുള്ളൂ. വെള്ളത്തിന്റെ സൗകര്യമൊക്കെ ഉണ്ടോ? വെള്ളത്തിന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കുടിവെള്ള പദ്ധതി ഉണ്ട്, ജപ്പാൻ കുടിവെള്ള പദ്ധതി. സമയത്ത് വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചോറൂണൊക്കെ എങ്ങനെയാ? ടൗണിലേക്ക് വണ്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചോറൂണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ടൗണിൽ നിന്നൊന്നും പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. എല്ലാ വീട്ടിൽ വന്നേ കഴിക്കാറുള്ളൂ. പുറത്തുനിന്ന് കഴിക്കാത്തതിന്റെ കാരണം ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ സൗകര്യം സന്ദർഭം നോക്കി? ഇപ്പൊ ലോങ് ഓട്ടം പോവാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കഴിച്ചല്ലേ പറ്റുള്ളൂ. കടയിലേക്ക് ഈ വീൽ ചെയർ കടത്തിക്കൊണ്ട് പോകാൻ സൗകര്യം ടൗണിലുള്ള ടൗണിൽ പറ്റില്ല. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ആ സംഭവം ഇല്ല. ഒരു വീൽ ചെയർ കൊണ്ടുവന്ന് ഒരു കടയിൽ കയറാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല. ഒത്തിരി ഇപ്പൊ തൊടുപുഴ ഏരിയയിൽ ഒത്തിരി ആൾക്കാരുണ്ടോ? എത്ര പേരുണ്ട് തൊടുപുഴ ഏരിയയിൽ? ഒരു 10-40-50 പേരോളം ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന ആളുകളുണ്ട്. വണ്ടി ഓടിച്ച് നടക്കുന്ന എല്ലാവരും ഈ 2 വീലർ സർക്കാർ കൊടുക്കുന്ന ആ 3 വീലർ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയുള്ളൂ. പക്ഷെ ആ വണ്ടി കൊണ്ട് ഞാൻ നടന്നാൽ എനിക്കൊരു ഉപജീവനമാർഗം കണ്ടെത്താൻ പറ്റില്ല. ഞാനിപ്പോ ഓട്ടോ ഓടിക്കാൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ മാത്രമേ ഉള്ളൂ അല്ലേ? മൂവാറ്റുപുഴ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. പ്രൈവറ്റ് ഓട്ടോ ആണ്, മൊബൈലിൽ കൂടെ ഉള്ളതാണ്. വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ഇതുപോലെ ലോങ് ഒക്കെ പോവോ? ഞാനും പോകുന്ന സ്ഥലത്തെല്ലാം പോകാറുണ്ട്. അരുൺ ചേട്ടൻ നല്ലൊരു പാട്ടുകാരനാണ്, അരുണും എന്റെ കൂടെ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കോമഡി മാസ്റ്റേഴ്സിൽ പോയി പ്രോഗ്രാം ചെയ്തത്. ഇപ്പുണ്ട് ഈണം ഗ്രൂപ്പില് പാടിയതല്ലേ ചേട്ടാ? അതെ അതെ. അപ്പൊ അത് മറ്റുള്ളവർ അറിയാനൊരു സാഹചര്യമായല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒത്തിരി ഫ്രണ്ട്സിനെയും കിട്ടി. ഓക്കെ. പിന്നെ എവിടുന്നാ ഫാദറും മദറും മരുന്നൊക്കെ മേടിക്കുന്ന? എവിടെ ട്രീറ്റ്മെന്റ്? ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ആണ്. പ്രൈവറ്റ് ആശുപത്രിയിൽ മേടിക്കാൻ നിവൃത്തിയില്ല. എങ്ങനെയാ പോകുന്നത്? ഓട്ടോയ്ക്കാണോ പോകുന്നത്? ഓട്ടോയ്ക്ക് ഞാൻ ചിലപ്പോൾ കൊണ്ടുവിടാറുണ്ട്, ചിലപ്പോൾ ബസ്സിന് എനിക്ക് പോകാൻ പറ്റില്ല. ബസ്സിന് കയറി പോകാൻ പറ്റുമോ അവർക്ക്? ബസ്സിന് അത്യാവശ്യം യാത്ര ചെയ്യും. വണ്ടിയിലേക്ക് അനിയനാണ് കയറ്റി വിടുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് തിരിച്ചു വരുമ്പോൾ അനിയൻ നോക്കിയിരിക്കും അല്ലേ വണ്ടിയിൽ നിറക്കാനായിട്ട്? പരസഹായം ചേട്ടന് പരസഹായം ഇല്ലാതെ ഈ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഈ വണ്ടി, അതായത്
ഈ വീൽ ചെയർ ഓട്ടോയിൽ കയറാനും ഇറങ്ങാനും പാടാണ്. ഈ വീൽ ചെയർ വണ്ടിയുടെ ബാക്കി വെച്ചാണല്ലോ കൂട്ടുകാർ കണ്ടല്ലോ. അപ്പോൾ വീൽ ചെയർ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് വണ്ടിയിൽ ചേർത്ത് നിർത്തിയിട്ട് ഇറക്കേണ്ടതായിട്ട് വരും അല്ലേ? ഇലക്ട്രിക് വണ്ടി ഉണ്ടല്ലോ, അത് ഇലക്ട്രിക് വണ്ടി എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. പക്ഷെ അതിന്റെ ബാറ്ററി പോയി. അത് നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്ന അതിന്റെ ബാറ്ററി പോകും. അതെ അല്ലേ? ആ ബാറ്ററി പോയി ഒരെണ്ണം വീട്ടിൽ. അത് കൊണ്ടുനടക്കാൻ പാടാ അല്ലേ? അത് കൊണ്ടുനടക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് വെള്ളത്തിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളമുള്ള സ്ഥലത്ത് മഴ നനയാൻ പാടില്ല. മഴ നനഞ്ഞാൽ ബാറ്ററിയിൽ ഷോർട്ടായി ചിലപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുകയെല്ലാം ചെയ്യും. അങ്ങനെ മഴയത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാതെ വല്ല സ്റ്റേജിലൊക്കെ വേണേ ഉപയോഗിക്കാം. അതെല്ലേ? തൊടുപുഴയിൽ എപ്പോഴാണ് ചോറിനാനായിട്ട് പോകുന്നത്? ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ ഇറങ്ങി വന്ന് 1 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ കയറി പോകും. 1 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകും. വീട്ടിൽ പോയി ചോറൊക്കെ ഉണ്ട്. പിന്നെ ഒരു 3-3:30, 4 ആകുമ്പോഴേ ഇറങ്ങുള്ളൂ. കാരണം നമ്മുടെ ശരീരവും കൂടെ നോക്കണമല്ലോ. എനിക്ക് ബെഡ് സോറൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്, കൂടുതൽ സമയം ഒറ്റ ഇരിപ്പിരുന്നാല്. ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് എണീറ്റ് കൊടുത്താലേ ആ എയർ കയറി നമ്മുടെ കയ്യില് കാലില് ബലം കൊടുക്കാൻ പറ്റില്ല. ഈ കയ്യില് മാത്രം ഇങ്ങനെ പൊങ്ങാനേ പറ്റുള്ളൂ. അതെല്ലേ? ഇങ്ങനെ പൊങ്ങിയാൽ കാരണം കാല് അനക്കാനേ പറ്റില്ല. ഈ അപ്പൊ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് പൊങ്ങി കൊടുത്താൽ മാത്രമേ നമുക്ക് ബെഡ് സോറ് കാര്യങ്ങൾ വരാണ്ടിരിക്കുള്ളൂ. ബെഡ് സോറ് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാക്കണം. ഒരു മുറിവ്, ചെറിയൊരു മുറിവ് ഉണ്ടായാൽ അത് ഉണങ്ങണേ 1 വർഷം എടുക്കും. 1 വർഷം എടുക്കും. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ ഈ സൈഡ് ഹിപ്പ് ഇൻഫെക്ഷൻ ആയിട്ടത് അവിടുത്തെ ഹെഡ് റിമൂവല് മുറിച്ച് കളഞ്ഞ ഈ ആക്സിഡന്റിന് ശേഷം. ഈ ആക്സിഡന്റോട് കൂടി സംഭവിച്ചാണോ? ആക്സിഡന്റോട് കൂടി സംഭവിച്ച ഒരു ബെഡ് സോറ് വന്ന. അതെയോ? കിടന്ന ഒരു ബെഡ് സോറ് വന്ന. ആ ബെഡ് സോറ് വന്നത് ഉള്ളിലേക്ക് പോയി എല്ല് അവിടുത്തെ കട്ട് ചെയ്ത് കളഞ്ഞു. അതെല്ലേ? ഇപ്പൊ ഈ കാലിങ്ങനെ ഫ്രീ ആക്കി ഇട്ടേക്കുക. ഈ കാല് അവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ കാല് ഫ്രീ ആക്കി ഇട്ടേക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോ യൂറിൻബാഗുമായിട്ടാണ് ചേട്ടാ ഈ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ അത് ആർക്കും മനസ്സിലാകുന്നില്ല. ഈ മുണ്ടിങ്ങനെ താത്തി ഇട്ടാക്കുന്ന ആർക്കും അറിയില്ലല്ലേ? യൂറിൻ ബാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മള്. വേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ ചേട്ടാ? വേദന പ്രത്യേകിച്ച് അങ്ങനെ ഒരു അനുഭവപ്പെടുന്നില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് കാലിലും വല്ല മുറിവോ എന്തെങ്കിലും ഉണ്ടായാൽ ഈ കാല് തന്നെ കിടന്ന് പിടയ്ക്കും. മുറിവ് എന്ന് പറഞ്ഞാൽ വണ്ടി കയറുകയോ ഇറങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മുറിവ്. ഈ ശരിക്കും പറഞ്ഞാൽ പാട്ട കൊള്ളുന്നുണ്ടല്ലേ ചേട്ടൻ്റെ? വണ്ടിയിൽ നിന്ന് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ മുറിവ് ഉണ്ടാകുന്നുണ്ടല്ലേ? കാല് മുറിവ് പറ്റിയിട്ടുണ്ട്. കാല് മുറിവൊക്കെ പറ്റി പലയിടത്തും മുറിഞ്ഞിട്ടുണ്ട് കാല്. കാല് കിടന്ന് വിറയ്ക്കും. അന്നേരം കാല് കിടന്ന് വിറയ്ക്കുമ്പോൾ നമുക്കറിയാം എവിടെ തട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ചോര വന്നിരിക്കുന്നതാണ്. അതെല്ലേ? ഏതെങ്കിലും അസുഖങ്ങൾ വല്ലതും ഉണ്ടോ ചേട്ടാ ചേട്ടന്? എനിക്കുള്ളത് ഷുഗർ, പ്രഷറാണ്. ഷുഗറും പ്രഷറും ഉണ്ട്. അത് കൺട്രോളാണ്. ഇപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്. ഷുഗർ ഈ ആക്സിഡന്റിന് ശേഷം ആണ് ഷുഗർ ഉണ്ടായത്. വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷുഗർ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതെ, അതുകൊണ്ട് എപ്പോഴും ഷുഗറൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും. പ്രഷറും ഈ ആന്റിബയോട്ടിക് കയറിയോണ്ട് പ്രഷർ അതിനോടനുബന്ധിച്ചുണ്ടായതാണ് ഡോക്ടർ പറയണേ. അപ്പൊ ഇനിയിപ്പോ അത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ആ മരുന്ന് ജീവിതാവസാനം വരെ ഷുഗറിനും പ്രഷറിനും. അച്ഛന് ഇൻഹീലർ വലിക്കുന്നുണ്ട്, ഈ ശ്വാസം മുട്ടുണ്ട്, അത് വലിക്കുന്നുണ്ട്. പിന്നെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അത് കഴിഞ്ഞ വർഷമായി 2023 ചാച്ചന് ചെയ്തു. അമ്മയ്ക്കും 2023 തന്നെ ചെയ്തു. അമ്മയ്ക്കും ചെയ്തു? ചെയ്തു. ഇതിനൊക്കെ ഫണ്ടുണ്ടായിരുന്നു ചേട്ടാ? ഇതിനൊന്നും ഫണ്ടൊന്നുമില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ വായ്പ മേടിച്ചും പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനം. കടബാധ്യത വല്ലതും ഉണ്ടോ? കടബാധ്യതയേ ഉള്ളൂ. അതെല്ലേ? അതെ. ദൈവത്തിന്റെ സഹായം കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം മുന്നോട്ട് പോവാണ്. ഒന്നെടുത്ത് അവിടെ കൊടുക്കും, അവിടെ പറക്കും അല്ലേ? അനിയനാണേലും ചേട്ടനെ സഹായിക്കാനായിട്ട് പണിക്ക് പോകാൻ പറ്റത്തില്ല. അനിയന് വണ്ടി ഓടിക്കാൻ അറിയാവോ? അനിയന് വണ്ടി ഓടിക്കാൻ അറിയില്ല. അനിയന് വണ്ടി ഓടിക്കാൻ, അനിയൻ സ്കൂട്ടർ ഓടിക്കും. സ്കൂട്ടർ ചേട്ടാ, ഒരു കാര്യം ഇവിടെ പറഞ്ഞു ചോദിച്ചോട്ടെ. ചേട്ടന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 48 വയസ്സുണ്ട്. ജീവിതത്തിലേക്ക് ഒരാള് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറാണോ? ജീവിതത്തിലേക്ക് ഇനി തുറന്നു പറയണം, നമ്മുടെ പ്രേക്ഷകരോടായിട്ട് പറയണം. ഇനി എന്റെ കൂട്ടത്തിലേക്ക് വന്നിട്ട് അതായത് ശാരീരികമായ ഒരു കാര്യവും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിക്കാണ്ട് എന്റെ അവസ്ഥ കണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ചേട്ടന്റെ ഒപ്പം നിൽക്കുക, എന്റെ ഒപ്പം എന്റെ അവസ്ഥ കണ്ട് കട്ട സപ്പോർട്ടിന് നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ചേർക്കും. ചേട്ടന് ഒരാൾക്കുടെ സഹായം ഉണ്ടെങ്കിൽ അനിയനാണ് എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാലോ. ഇപ്പം 10 വർഷമായിട്ട് തന്നെ ചേട്ടന് ആക്സിഡന്റ് കഴിഞ്ഞാൽ പിന്നെ അനിയന് എന്റെ കൂടെ ഉണ്ട്.
അതിന് പകരം ചേട്ടൻ ജോലി ചെയ്യുന്നു, കുടുംബം പുലർത്തുന്നു, പപ്പയുടെയും മമ്മിയുടെയും കാര്യങ്ങൾ നോക്കുന്നു, ചേട്ടൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. പക്ഷേ വണ്ടിയുടെ പണിയുടെ സമയമായില്ലേ? വണ്ടിയാണ് ടെസ്റ്റിന്റെ സമയമൊക്കെ ആയി. ഇങ്ങനെ വണ്ടി പണിച്ചിട്ടും കാര്യമില്ല കേട്ടോ. അത് ഇല്ല. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. ചേട്ടാ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ ഭാഷയിൽ പാടും? ഞാൻ ഹിന്ദി, തമിഴ് പാടാറുണ്ട്. സുനാനോ സംഗ് മൾമൾ കിയേ മിനാരേ കുച്ച് ഭീ നഹീ ഹൈ ആगे तुम्हारे, आज से दिल पे मेरे राज तुम्हारा, ताज तुम्हारा. सुनानो संग मलमल किए मीनारे, कुछ भी नहीं है आगे तुम्हारे, आज से दिल पे मेरे राज तुम्हारा, ताज तुम्हारा. सुनानो संग मलमल किए मीनारे. നല്ല പാട്ടാല്ലേ? എല്ലാം നല്ല സെലക്ഷൻ പാട്ടുകളല്ലേ പാടുന്നേ? നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് സ്പീഡ് പാട്ട്, ഹിന്ദിയൊക്കെ സ്പീഡാണ് വരുന്നത്. അതെല്ലേ? ഇപ്പം നിലയിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് പാടുന്നതാണ് സ്ലോ പാട്ട്. അല്ലെങ്കിൽ അടിച്ചുപൊളി ഹിന്ദി മുഴുവൻ ഹിന്ദി തമിഴും അടിച്ചുപൊളി പാട്ടേ ഉള്ളൂ, അടിച്ചുപൊളി പാടാറുള്ളൂ. അതല്ലേ? അതെ. തമിഴിലൊരു പാട്ട് പാടാവോ? തമിഴില് என்னவளே அடி என்னவளே உந்தன் இதயத்தை தொலைத்து விட்டேன், எந்த இடம் அது தொலைந்த இடம், இந்த இடத்தையும் மறந்து விட்டேன். உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன். நேற்று இல்லாதொரு அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன். உந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண்மிழி பிரிங்கி நின்றே. என்னவளே அடி என்னவளே இந்த இதயத்தை தொலைத்து விட்டேன், எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து വിട്ടേൻ. വളരെ നന്നായിട്ടുണ്ട്. എല്ലാ പാട്ടും നല്ല കേട്ടോ. ഭയങ്കര പ്രശംസയൊക്കെ കിട്ടാറില്ലേ? എൻ്റെ ഒരു ബൈജു, അത് യൂട്യൂബ് ചാനലാ, എന്നെയും കാണിക്കും, പിടിച്ചോ. ഒത്തിരി ആരാധകരുണ്ടോ? ആരാധകർ എന്ന് പറഞ്ഞാൽ പാട്ടുമായി സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതെ, സ്റ്റേജിലാണേലും എല്ലാവർക്കും താല്പര്യമാണ്. അതല്ലേ? പിന്നെ ഈ TV ഷോ ഒക്കെ ചെയ്തുകൊണ്ട് ആളുകൾക്ക് പൊതുവെ ഒരു താല്പര്യം ഉണ്ട്. ആർക്കെങ്കിലും പ്രോഗ്രാം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. സിംഗേഴ്സ് ഓൺ വീൽസ് എന്നാണ് ട്രൂപ്പിന്റെ പേര്. 9947325068 അതാണ് എൻ്റെ ഫോൺ നമ്പർ. ബന്ധപ്പെടാം. എവിടെ വന്ന് എവിടെ വേണേലും നമ്മുടെ 14 ജില്ലകളിലും വന്ന് പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ചേട്ടൻ്റെ നമ്പർ ഇട്ടേക്കാം. ട്രൂപ്പിന്റെ പേരെന്താ? സിംഗേഴ്സ് ഓൺ വീൽസ്. വീൽ ചെയറുമായിട്ട് ബന്ധപ്പെട്ടത് കാരണം എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടല്ലോ എൻ്റെ കൂടെ, വീൽ ചെയറിലേക്കുന്നതാണ് സുഹൃത്ത്. അപ്പൊ ആ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ട് ആയതുകൊണ്ട് സിംഗേഴ്സ് ഓൺ വീൽസ് എന്നാക്കിയേക്കുവാണ്. പിന്നെ അതിന്റെ കൂടെ ഓർക്കസ്ട്രക്കാരും
ഫീമെയിൽ സിംഗർ നടക്കുന്നയാളാണ്. പിന്നെ 2 സിംഗേഴ്സ് മെയിൽ സോങ് ഉള്ളത്, മെയിൽ സിംഗർ ഉള്ളത്, അതും നടക്കുന്ന ആളുകളാണ്. ഞങ്ങൾ 2 പേരാണ് ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതും ഇത് മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം പോകുന്നത്. അതിൻ്റെ കൂടെ ഫീമെയിൽ സിംഗർ ഉണ്ട്, 2 പേരുണ്ട്. 2 ഫീമെയിൽ സിംഗറും 2 മെയിൽ സിംഗറും ഉണ്ട്. അവരെല്ലാവരും നോർമലി നടക്കുന്ന ആൾക്കാർ. പിന്നെ ഓർക്കസ്ട്രക്കാർ 5 പേര്. ഓർക്കസ്ട്ര 5 പേര് 5 പീസ് ഓർക്കസ്ട്ര ഇട്ട് 5 പീസോ 10 പീസോ എത്ര പീസ് വേണമെങ്കിലും ഇടാം. അത് നമുക്ക് കാശ് തരും പോലെ ഇരിക്കും ഓർക്കസ്ട്ര ഇടുന്നത്. അതെ, അങ്ങനെ വെച്ച് സിംഗേഴ്സ് ഓൺ വീൽസ് എന്നാണ് ട്രൂപ്പിൻ്റെ പേര്. ആര് വിളിച്ചാലും പോകും, ആരും എവിടെ വിളിച്ചാലും പോകും. കേരളത്തിൽ എവിടെ വേണേലും പോകും, എവിടെ വേണമെങ്കിലും പോകും. അപ്പം സുഹൃത്തുക്കളെ, ഗാനമേള, കല്യാണോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഉത്സവം, പെരുന്നാൾ, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ബൈച്ചേട്ടനെ വിളിക്കാൻ മറക്കരുത്. ഏത് സമയത്ത് വേണേലും അലർട്ടായിരിക്കും അല്ലേ, വിളിച്ചു കഴിഞ്ഞാൽ അല്ലേ? രാത്രി എപ്പോഴാണ് കിടക്കുന്നത്? എപ്പോഴാണ് രാത്രി? ഇപ്പം മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 12 മണി. എന്നാലും ഉറക്കം വന്നാൽ നേരത്തെ ഉറങ്ങും, അല്ലെങ്കിൽ ഒരു 12 മണി ആകുമ്പോഴത്തേക്കും. രാവിലെ ഓട്ടം പോകാറ് നേരത്തെ കിടക്കും. ഇപ്പോൾ ഈ തൊടുപുഴയൊക്കെ ഓട്ടമായിട്ട് വരുമ്പേ നമുക്ക് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാ? തൊടുപുഴ സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊടുപുഴ നമുക്ക് വീൽ ചെയറിൽ ഇറങ്ങാനുള്ള സൗകര്യം ഒരിടത്തുമില്ല. ഇതുപോലെ ഒരു സ്പേസ് ഒരിടത്തുമില്ല. വേറെ റോഡ് സൈഡിലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണല്ലോ ഒരു ബാത്റൂമിൽ വീൽ ചെയർ കയറുന്ന ഒരു ബാത്റൂമില്ല. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ വീൽ ചെയർ കയറാൻ സൗകര്യമുള്ള ഹോട്ടലില്ല. പിന്നെ സിവിൽ സ്റ്റേഷനിൽ വരെ വീൽ ചെയർ കയറാൻ നമുക്ക് സൗകര്യമില്ല. അവിടെയും നമ്മളെ സ്റ്റെപ്പ് 3-4 പേര് കൂടി എടുത്ത് കയറ്റേണ്ടി വരും. ആ ഒരവസ്ഥയാണ്. അതൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഉദാസീനതയാണ്. രജിസ്റ്റർ ഓഫീസിലും ഇല്ല. ഞാൻ സ്ഥലം മേടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ ചെന്ന് എന്നെ 4 പേരെയും പുറത്തുനിന്ന് വിളിക്കുന്നത് എന്നെ എടുത്ത് രജിസ്ട്രാറിന്റെ മുന്നിൽ കയറ്റാനായിട്ട്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ഇപ്പോൾ പുള്ളി ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞു. അത് ഇറങ്ങി വരാൻ നിയമം ഇല്ലെന്നാണ് സാറ് പറഞ്ഞത്. അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഏതായാലും എന്നെ 4 പേര് കൂടി ഇത് എത്ര വീതിയുള്ള സ്റ്റെപ്പൊക്കെ എന്നെ കയറ്റി വിട്ടത്. അത് എത്ര വീതിയുള്ള 4 പേര് കൂടി ശരിക്കും ചുവന്നാണ് കയറ്റി വിട്ടത്. 4 പേര് കൂടി ചുവന്ന് രജിസ്ട്രാറുടെ മുന്നിൽ കയറിയാൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയത്. രജിസ്ട്രാറുടെ പേര് ഓർക്കുന്നുണ്ടോ? രജിസ്ട്രാറുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. 2014-ലോ 15-ലോ ആവശ്യ സമയത്ത് അവസരത്തിനൊത്ത് വേണ്ട സഹായങ്ങൾ, ഹെൽപ്പൊക്കെ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. പേരറിയത്തില്ലല്ലോ പുള്ളിയുടെ? പേരറിയാൻ വേണ്ട. ഇനിയാണെങ്കിൽ നിങ്ങൾ ഇപ്പം അവിടുത്തെ എന്താണ് തൊടുപുഴ കാണില്ലായിരിക്കും. തൊടുപുഴ ഉണ്ടെങ്കിൽ വളരെ മോശമായി പോയി എന്നൊരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിവിൽ സ്റ്റേഷന് സൗകര്യമില്ല. സിവിൽ സ്റ്റേഷനിൽ നമുക്ക് ഒരു വീൽ ചെയർ യൂസ് ചെയ്യുന്ന ഭിന്നശേഷിക്കാരൻ ചെന്ന് അവിടെ കയറാനുള്ള സൗകര്യം ഇല്ല. അവിടെ സ്റ്റെപ്പാണ്, എടുത്ത് കയറ്റേണ്ടി വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊന്നും ഒന്നുമില്ല. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ബാത്റൂമിൽ വീൽ ചെയർ കയറില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനുള്ള സൗകര്യം ഉണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തൊടുപുഴത്തെ പോലീസ് സ്റ്റേഷനിൽ വീൽ ചെയർ കയറുമെന്ന് എനിക്കറിയില്ല. വീൽ ചെയർ കയറിയല്ല സ്റ്റെപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ? ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കേരളത്തിൽ മൊത്തം നമുക്ക് വീൽ ചെയർ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളേ ഉള്ളൂ. ഒരു സർക്കാർ സ്ഥാപനങ്ങളിലും ലിഫ്റ്റ് സൗകര്യമോ റാമ്പ് സൗകര്യമോ ഇല്ല. നമുക്ക് വീൽ ചെയർ പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പൽ കൗൺസിലറോടായിട്ടാണ് പറയാനുള്ളത്, മുനിസിപ്പാലിറ്റി അധികൃതരോടായിട്ടാണ് പറയാനുള്ളത്, മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്ന ജീവനക്കാരോടായിട്ട്. ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ ടൗൺ ഏരിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീൽ ചെയറുമായിട്ട് സഞ്ചരിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അവർക്ക് ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് അല്ലേ ചേട്ടാ? അതെ, ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കേണ്ട അത്യാവശ്യ ഘടകമാണ്. ഭിന്നശേഷിക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ, അതായത് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ നമ്മളെ പെൻഷൻ മേടിക്കാണ്ട് മസ്റ്ററിങ് നടത്തുന്നുണ്ട്. ഒരു അക്ഷയ സെന്ററിലും, ഇടുക്കി ജില്ലയിലെ ഒരു അക്ഷയ സെന്ററിലും വീൽ ചെയർ കയറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് സർക്കാർ പ്രധാന ഒരു പോയിന്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതായത് സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം ഭിന്നശേഷിക്കാർക്ക് കടന്നു ചെയ്യാനുള്ള ഒരു സൗകര്യം അവരുടെ ഭാഗത്തുനിന്ന് ഒരുക്കണം. മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഇവരെ വോട്ട് പിടിക്കാൻ മാത്രമായിട്ട് അല്ല, വോട്ട് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പോകാറില്ലേ? വോട്ട് ചോദിച്ചുകൊണ്ട് ഇവർ വരാറുണ്ടല്ലോ. പക്ഷേ വോട്ട് നമ്മൾ പോയി വീൽ ചെയറിൽ പോയി തന്നെ ചെയ്യണം. വീൽ ചെയറിൽ അവിടെ അന്നേരം കടന്നു ചെല്ലാൻ ഒരു സൗകര്യമില്ല. അവിടെ കടന്നു ചെല്ലാൻ സ്റ്റെപ്പാണെങ്കിൽ 2 പേരെ എടുത്ത് പൊക്കി കയറ്റേണ്ടി വരും. എല്ലാ സ്ഥലങ്ങളിലും വീൽ ചെയർ കടന്നു ചെല്ലാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ അത് മുൻകൈ എടുക്കണം. ഇങ്ങനെയുള്ള കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബ് ചാനൽ പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഇനിയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പണിയുമ്പോഴും നിലവിലുള്ളത് ഇപ്പം സ്റ്റെപ്പാണെങ്കിലും അത് സംഭവം റാമ്പ് സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ വലിയ മുടക്കൊന്നും ഇല്ലല്ലോ. ഇവർക്കൊക്കെ കടന്നു ചെല്ലാനായിട്ട് കട്ടിലൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ടില്ലല്ലോ. കട്ടില് ഇപ്പൊ കട്ടിലാണ് കടന്നു ചെല്ലൂല. റാമ്പ് സൗകര്യം ഉണ്ടെങ്കിൽ അത് റാമ്പിനും കട്ടിലേക്കും റാമ്പ് ചെയ്യാം.
അപ്പോൾ ഇവരെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഉത്തരവാദിത്വം സർക്കാരിൻ്റെ ഭാഗത്തുള്ളതാണ്. ഈ കേരളത്തിലൊരു 2000-ഓളം അല്ല, അതിന് മേളിൽ ഭിന്നശേഷിക്കാരുണ്ട്. വീൽ ചെയർ യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്. ഇവരൊക്കെ ബുദ്ധിമുട്ടുകൾ പറയാറില്ലേ? ഇവരൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് സർക്കാർ സ്ഥാപനങ്ങൾ പറയാറുണ്ട്. പക്ഷെ ആരും വിലക്കെടുക്കാറില്ല. ഇല്ല. ഇപ്പൊ പല സംഘടനകളുണ്ട് ഈ വീൽ ചെയറിലിരിക്കുന്നത്. പക്ഷെ അവരന്നും പിന്നെ കുറെ ആൾക്കാർ ഒന്നും പറയാറുമില്ല, നിശബ്ദരായിരിക്കുന്നു. ചിലർ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആയിക്കോണം. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സർക്കാർ ഒരു സർക്കാരും ശ്രദ്ധിക്കുന്നില്ല ഭിന്നശേഷിക്കാരെ. മാന്യമായിട്ട് പെൻഷൻ പോലും കൊടുക്കുന്നില്ലാത്ത അവസ്ഥ. പെൻഷൻ ഇപ്പോൾ 6 മാസത്തായിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു. പെൻഷൻ കിട്ടുന്നുണ്ട് 1600. ആകെയുള്ള ഒരു വരുമാനം അതാണ്. അതായത് അത് 5 മാസമായിട്ട് പെൻഡിങ് ആണ്. അതെ. മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരം മറന്നു പോയോ മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ ഇരുളിൽ വിതുമ്പുന്ന പൂവേ ഇനി വിടരുന്നതപരാധമാണോ ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ വിധിയെന്തിനാവോ വിലപേശുവാനായി വെറുതെയൊരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ. കൊച്ചിന് പേരെന്താ? പാർത്ഥസാരഥി. എത്രയിലാ പഠിക്കണേ? നീയാ? മാർട്ടിൻ. സെന്റ് സെബാസ്റ്റ്യനിലാണോ? അതെവിടെയാ സ്കൂള്? ചുങ്കത്താണല്ലേ? ഇവനല്ലേ വീണേ കുറച്ചു മുമ്പ്? ഇവനാണോ? വല്ലതും പറ്റിയോ വീണിട്ട്? അതെയോ, ഞങ്ങൾ മേടിച്ചു പോയി. അതെയോ? ആഹാ. ടാറ്റാ, ബൈ ബൈ. പേരോടെ പറഞ്ഞിട്ട് വെക്കോ? എത്രയിലാ പഠിക്കുന്നേ? 2ാം ക്ലാസ്സില്. മോൻ്റെ പേരോ? എത്രയിലാ പഠിക്കുന്നേ? അതെ അല്ലേ? ഓക്കെ, ടാറ്റാ, ബൈ ബൈ. സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ. അതായത് കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അതായത് സജി മുണ്ടമുടി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ചികിത്സ സഹായമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. ചേട്ടന് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ തെരുവോരങ്ങളിൽ കൂടെ പാട്ട് പാടി അടി വയറിൻ്റെ അവിടെ തുളച്ച് ട്യൂബിട്ട് യൂറിൻ ബാഗൊക്കെയാണ് ആയിട്ടാണ് ചേട്ടൻ വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാണ് ചേട്ടൻ പാട്ട് പാടി തെരുവോരങ്ങളിൽ കൂടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കിയ ശേഷം ഞാൻ ആ വീഡിയോ പ്രേക്ഷകർക്കായിട്ട് ഞാൻ സംപ്രേഷണം ചെയ്തായിരുന്നു. 1.5 ലക്ഷത്തിലധികം ആൾക്കാർ ഈ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. സൈജാനെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. സൈജാനെക്കാലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെയാണ് പിന്നെ കിട്ടുക. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. വൈചേട്ടൻ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കുക എന്ന ചേട്ടന് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടിയാണ് വൈചേട്ടന് കടന്നു പോകുന്നത്. എനിക്ക് വ്യക്തമായിട്ടുള്ളതാണ്. അത് കാരണം ഞാൻ പറയുന്നു, വൈചേട്ടന് കൊടുക്കണം. വേണ്ട രീതിയിൽ എല്ലാ ഹെൽപ്പും ചെയ്ത് നമുക്കൊരു പുതിയ വണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി വൈചേട്ടന് ഒരു പുതിയൊരു വണ്ടി മേടിച്ചു കൊടുക്കണം. വൈചേട്ടൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തോടെ ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റി കൂടെ നല്ല രീതിയിൽ
ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുടുംബം പുലർത്താൻ കാണിക്കുന്ന ഉത്സാഹം നമ്മളറിയാത്ത രീതിയിൽ നമുക്ക് കൈവിട്ടുകൂടാ. നമ്മളാ കഴിയുന്ന വിധത്തിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ബൈച്ചേട്ടന് കൊടുക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്. അത് പ്രേക്ഷകരായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മുടെ ബൈച്ചേട്ടനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. കാരണം ഇങ്ങനൊരു അവസ്ഥയിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി കൂടെ ഓട്ടോ ഓടിച്ച് ജീവൻ മരണ പോരാട്ടം നടത്തുന്നതെന്ന് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മേലാത്തൊരവസ്ഥയിലും ചേട്ടന് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ചേട്ടൻ്റെ മാതാപിതാക്കളുടെ കാര്യവും അതുപോലെ അനിയൻ്റെ കാര്യവും എല്ലാം ചേട്ടനാണ് നടത്തുന്നത്. അവരെല്ലാം നിത്യരോഗികളാണ്. അതുകൂടാതെ ചേട്ടൻ്റെ വണ്ടി കാര്യങ്ങളെല്ലാം ദ്രവിച്ച് കുഴിത്തുരുമ്പെല്ലാം പിടിച്ച് അവിടുന്ന് പിടിച്ച് വണ്ടിയിൽ പിടിച്ച് താഴേക്ക്, അതായത് വീൽ ചെയറിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചാണ് ചേട്ടന് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറക്കാനും അതുപോലെ വണ്ടിയിൽ നിന്ന് കയറ്റി ഇങ്ങോട്ട് വിടാനും അതുപോലെ വൈകിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കാനും രാവിലെ വണ്ടിയെ കയറ്റി വിടാനൊക്കെ ഒരു പരസഹായം വേണം. ഒരു പരസഹായം ഇല്ലാതെ ചേട്ടന് മുന്നോട്ട് പോകാനാണ് ബുദ്ധിമുട്ടാണ്. അത് കാരണം ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ചേട്ടൻ്റെ ഈ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി കടന്നു വരുവാണെങ്കിൽ ചേട്ടൻ സ്വീകരിക്കാനും തയ്യാറാണ്. അതിനു മുമ്പ് ചേട്ടനൊരു ക്യാപിറ്റല് കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം വണ്ടിയുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ, വണ്ടിയുടെ ചിലവ്, വണ്ടി മെയിൻ്റനൻസ് ചെയ്തെടുക്കേണ്ടത് ചേട്ടന് അത്യാവശ്യമാണ്. അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് എടുക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ പുതിയൊരു വണ്ടി മേടിക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നാലാവുന്ന വിധത്തിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പറ്റുന്ന വിധത്തിലൊരു സഹായം, വീഡിയോ മേടിക്കാനോ അല്ലെങ്കിൽ സീട്ട് വലിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ മാറ്റി വെക്കുന്ന ഒരു 10-20 രൂപ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പറുണ്ട്. അതിലേക്ക് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചേട്ടനെ സഹായിക്കുവാണെങ്കിൽ, ചേട്ടന് നല്ലൊരു ബാക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ചേട്ടന് സന്തോഷമായിട്ട് ചേട്ടൻ്റെ ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പൈസാപരമായ പല കാര്യങ്ങളും ചേട്ടനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിനുപരി ചേട്ടനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വീഡിയോയിൽ തുറന്ന് പറയുന്നതിന് പരിമിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ചേട്ടന് നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലനേഷൻ തന്നില്ല എങ്കിൽ തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ചേട്ടൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം ഒരു സപ്പോർട്ട് ചെയ്യുക. 1 രൂപ എങ്കിലും 1 രൂപ, ഒരു ഗൂഗിൾ പേ വഴി 1 രൂപ കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരുടെ ഒറ്റക്കെട്ടായിട്ട് ചേട്ടനെ സഹായിച്ചു കഴിഞ്ഞാൽ അത് മതി. സാധിക്കും, എല്ലാ ആൾക്കാർക്കും സാധിക്കും. 1 രൂപ എന്ന് പറയുന്നത് നിസ്സാര പൈസയായിട്ട് ചേട്ടനെ സംബന്ധിച്ച് നിസ്സാര പൈസയല്ല, ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ്. 1 രൂപ ചേട്ടനെ സംബന്ധിച്ച് ഒരു 1000 രൂപയുടെ വിലയുണ്ട്. പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചേട്ടനെ നിങ്ങൾ സഹായിച്ചേ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഗ്രൂപ്പുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഇടുക. തന്നാലാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക. നമ്മൾ നാളെ ഒരു അവസരത്തിൽ ചേട്ടന് തൊടുപുഴയെക്കൂടെ നല്ലൊരു വണ്ടി അല്ലേ, നല്ല ഒരു ഓട്ടം മാത്രമേ പറ്റുള്ളൂ. ചേട്ടന് കാറ് കാര്യങ്ങളൊന്നും ഓടിക്കാനായിട്ട് ചേട്ടൻ്റെ ഈ അവസ്ഥയിൽ പറ്റത്തില്ല. പുതിയൊരു ഓട്ടോ ഓടിച്ച്, തുരുമ്പൊന്നും ഇല്ലാത്തൊരു ഓട്ടോ ഓടിച്ച് ചേട്ടൻ ടൗണിൽ ജോലി ചെയ്ത് ചേട്ടൻ നടക്കട്ടെ. ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീട്ടിൽ അരസനായിട്ടിരിക്കാൻ പറ്റത്തില്ല. അത് കാരണം എനിക്ക് പുറത്ത് നാട്ടിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ടൗണിൽ ഇറങ്ങി ഓട്ടോ ഓടിച്ചാൽ തന്നെ എൻ്റെ പകുതി ടെൻഷന് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഒരു ആശ്വാസമുണ്ട്. അത് കാരണം എനിക്ക് ഓട്ടോ ഓടിച്ച് നടക്കാൻ തന്നെയാണ് ഇനിയുള്ള കാലത്തും ചേട്ടന് ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹങ്ങൾ നമ്മളായിട്ട് സാധിച്ചു കൊടുക്കണം. പുതിയൊരു വണ്ടി മേടിക്കാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങളെല്ലാ ആൾക്കാരും ചെയ്യണം. ചേട്ടൻ പാട്ട് പാടുമ്പോൾ ഒരു പരിധി വരെ ചേട്ടൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ചേട്ടൻ മറക്കുന്നുണ്ട് എന്ന് എന്നോട് സൂചിപ്പിച്ചു. അപ്പോൾ ചേട്ടന് പാട്ട് പാടാനൊരു സൗകര്യം നിങ്ങൾ എവിടെയെങ്കിലും വല്ല കല്യാണമോ അതുപോലെ തന്നെ അമ്പലത്തിലോ അതുപോലെ തന്നെ പള്ളികളിൽ എന്തെങ്കിലും ഉത്സവങ്ങളോ എന്തെങ്കിലും ആഘോഷങ്ങളോ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടന് ആ പ്രോഗ്രാമിന് ചേട്ടൻ ഉറപ്പായിട്ടും വരും. ചേട്ടൻ്റെ കൂടെ അരുൺ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനോട് ഉണ്ട്. രണ്ടുപേരും ആ ചേട്ടൻ ഇതുപോലെ ഈ അവസ്ഥയിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കൂട്ടുകാരാണ്. ഇവർ രണ്ടുപേരുടെ ഒന്നിച്ചാണ് പാടാനൊക്കെ ആയിട്ട് പോകുന്നത്. ചേട്ടന് സ്വന്തമായിട്ട് ഒരു ഗാനമേള ട്രൂപ്പുണ്ട്. സിംഗേഴ്സ് ഓഫ് വീൽസ് എന്നാണ് ട്രൂപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടനെ വിളിക്കണം. ഉറപ്പായിട്ടും ഒരു നല്ലൊരു സംഘം, ഗാനമേള സംഘം നിങ്ങളുടെ ഒപ്പം നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് എത്തുന്നതായിരിക്കും. അവിടെ നല്ല പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തുന്നതായിരിക്കും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ കൂട്ടുകാരായിട്ട് ചേട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രൂപ്പിനെ വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ ചേട്ടൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യമോടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വീൽ ചെയർ കടന്നു ചെന്ന് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് ഒരു ശോചനാലയം ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. വളരെ സങ്കടം തോന്നുന്നു. വോട്ട് പിടിക്കാനായിട്ട് മാത്രം ജനസേവനം എന്ന പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തോടെ ചെല്ലുമ്പോൾ അവരുടെ കാര്യങ്ങളോടെ ഭംഗിയായിട്ട് നിറവേറ്റി കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഈ
പഞ്ചായത്ത് ഭരിക്കുന്നത്, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള എഫർട്ടോടെ എടുക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു വാക്ക് മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മറക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ലൊരു കുറച്ചധികം ആൾക്കാർ, കേരളത്തിൽ എത്ര പേരുണ്ട് ചേട്ടാ? കേരളത്തിൽ ഇപ്പോൾ ഒരു 10,000 പേരോളം അങ്ങനെ ഭിന്നശേഷിക്കാരുണ്ട്, വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ പറയാം, കേരളത്തിൽ 5,000-ലധികം ആൾക്കാർ ഭിന്നശേഷിക്കാരായിട്ടുള്ള വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കൂടെ കടന്നു ചെല്ലാൻ ഒരു ഫെസിലിറ്റി, അങ്ങനെ അങ്ങോട്ട് കടന്നു ചെല്ലാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നൊരു പരമാർത്ഥം ഞാൻ കേരളത്തിലുള്ള ജനങ്ങളോടായിട്ട് ഞാൻ അറിയിക്കട്ടെ. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ മുഖ്യധാരയിലേക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കടന്നു വരാൻ ഒരു സൗകര്യം നിങ്ങളായിട്ട് ഒരുക്കണം. അതുപോലെ തന്നെ പുതിയതായിട്ട് ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റുകളോ ഒക്കെ പണിയുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കലാകാരന്മാർ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ അവർക്ക് കടന്നു ചെല്ലാനുള്ള ഒരു സൗകര്യം ആ ഹോട്ടലിൽ നിങ്ങൾ ഒരുക്കണം. നമ്മളെപ്പോലെയുള്ള നമ്മുടെ ഒപ്പം തന്നെ, നമ്മൾ നടന്നു ചെല്ലുന്നതൊപ്പം, നമ്മളും സ്റ്റെപ്പ് കയറി നമ്മൾ ചെല്ലുന്നതിനൊപ്പം തന്നെ അവർക്ക് വരാനുള്ള സൗകര്യം. അതുപോലെ തന്നെ എല്ലാ ഹോട്ടലിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും ഒരു റാമ്പും വീൽ ചെയർ കടന്നു ചെല്ലാനുള്ള ഒരു സൗകര്യമൊക്കെ, ബാത്റൂമിൽ പോകാനുള്ള ഒരു സൗകര്യവും അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. അത് നിങ്ങൾ കണ്ണടച്ചല്ല, ഒന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഓക്കെ എന്നാൽ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ വിളിച്ചോളാം. നോക്കട്ടെ. ആ കറുത്ത ചെറുടെ പിടിച്ചു, കറുത്ത 2 ചേർത്ത്. എന്നാൽ ഞാൻ വിളിക്കാട്ടോ. ആ ഫുഡ് റെസ്റ്റ് മുടക്കി, കേട്ടണ്ട നേരെ കയറ്റി പുറകോട്ട് കൊണ്ടുവന്നു. മുന്നോട്ട് വാ, അവിടെ ചെല്ലാം. ഈ മുരയിൽ തല്ലി വെച്ചു അതൊക്കെ തുടക്കിയാൽ മതി. ഇങ്ങനെ കെട്ടി തന്നെ രാവിലെയും വൈകിട്ട് കെട്ടിത്തരും അല്ലേ? രാവിലെയും വൈകിട്ടും അല്ലേ? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അല്ലേ? കെട്ടിത്തരും. അപ്പം ഇവിടെ ടൗണിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാറുണ്ടോ? ടൗണിൽ വന്നു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ ഇറങ്ങേണ്ട ആവശ്യം വന്നാലേ ഇറക്കാറുണ്ട്. ടൗണിൽ വന്നു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ ഇറങ്ങേണ്ട ആവശ്യമായിട്ട് വീൽ ഇറക്കാറുണ്ട് അല്ലേ? അല്ലേ വണ്ടിയിൽ തന്നെ ഇരിക്കും അല്ലേ? ചായയൊക്കെ കുടിക്കാനായിട്ട് ചായ കുടി ഉണ്ടോ? ഇപ്പൊ ചായക്കട മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോൾ ചായ കൊണ്ടുവന്ന് തരും അല്ലേ? അതെയോ? ഏത് കടയാ അത്? അതെയോ? ആ ചേട്ടൻ്റെ പേരെന്നാ? നിഷ ചേച്ചി, ഒരു ബിഗ് സല്യൂട്ട്. നിഷ ചേച്ചി അല്ല ചായ കൊണ്ട് തന്നെ? അതെയോ? ഇതെവിടെയാ കണ്ടേ? ഇതിൻ്റെ അകത്ത്? അല്ല, അത് രണ്ടായിട്ടില്ലേ? അതല്ലേ? നല്ല ഇത് പണിയല്ലേ ഇത് കയറ്റാനായിട്ടല്ലേ? സൈഡ് വെച്ചാൽ പോരെ? ചാടി പോയല്ലേ അല്ലേ? ടൗണിൽ നിന്ന് ചായ കൂടി ഉണ്ടോ? അതെയോ? വൈകിട്ടോ? അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അല്ലേ? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. എൻ്റെ അവസ്ഥ ഇതാണ്. ജീവിതത്തിൽ ഇനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്നാലും വണ്ടി നമുക്ക് പോയാൽ വണ്ടി എൻ്റെ കാലാണ്. ആ കാല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരാതെ ഒരു വണ്ടി മേടിക്കാനുള്ള സഹായം നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം എല്ലാവർക്കും. സുഹൃത്തുക്കളെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്കായിട്ട് പ്രേക്ഷക എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൂടെ പ്രതിപാദിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ. നടക്കില്ല എന്ന് പറയോ? ആരും പറയലാ, ചേട്ടൻ കണ്ട
ടൗണിലൊന്നും ഇറങ്ങി ഇവിടെ ഇറങ്ങി ആർക്കും അറിയില്ല. ഞാൻ നടക്കേലാത്ത ആളാന്ന് ആർക്കും അറിയില്ല.